ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഹാരിസ് കൊടങ്ങല്ലൂർ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂമും സോസേജും കൂട്ടി ഒരു കറിയാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയിട്ടുള്ള ഒരു കറി. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കാനായി നമ്മളെ സുരേഷാണ് എൻ്റെ കൂടെ ഉള്ളത്. സുരേഷ് എല്ലാ ഹെൽപ്പുകളും നമുക്ക് ചെയ്തു തരും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സോസേജ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 കിലോ സോസേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. അര സ്പൂണ് നാരങ്ങാനീര് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിന് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. 300 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. 1 തണ്ട് സ്പ്രിംഗ് ഒനിയൻ, 1 തക്കാളി അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക്, 1 നാരങ്ങ, 5 ചെറിയുള്ളി അരിഞ്ഞത്, മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പില, തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞത്, വളരെ കുറച്ച് മതി. ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങ ആദ്യം വറുത്തെടുക്കണം. നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ തവ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ മസാല പറ്റി വെച്ചിരിക്കുന്ന സോസേജ് പൊരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാം. മൊരിഞ്ഞ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വീർക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇത്ര ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ സോസേജ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വെക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് ഉരിഞ്ഞ് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഇരിക്കട്ടെ. സവാളൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരണം. ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്കായ, 3 കറിയാമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിയൊന്നും പിടിക്കരുത്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിട്ട് കൊടുക്കാം. മഷ്റൂമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത മഷ്റൂം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മഷ്റൂമും മസാലയും നന്നായിട്ട് ചേരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി എന്തായാലും ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ക്യാപ്സിക്കം കാണിക്കാൻ മറന്നുപോയി. ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ കലക്കിയത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി 2 സ്പൂൺ സോയ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ മഷ്റൂം സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ചേർത്തത്. അപ്പോൾ ആ കുരുമുളകിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.